കണ്ണൂരിലെ PSC കോപ്പിയുടെ കേസിൽ പ്രതിക്കെതിരെ പൊതുപരീക്ഷകളിലെ വഞ്ചനാ തടയൽ കുറ്റം ചുമത്തി കണ്ണൂർ ACPക്കാണ് കേസിന് അന്വേഷണ ചുമതല. റിമാൻഡിലുള്ള NP മുഹമ്മദ് സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. വിജീഷ്, ഇതെന്താണ് കേസ്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെ ആണ് പരീക്ഷ നടക്കുന്നതിനിടെയാണ് പെരളശ്ശേരി സ്വദേശിയായിട്ടുള്ള NP മുഹമ്മദ് സാഹിദ് എന്ന ഉദ്യോഗാർത്ഥി ഹൈടെക് രീതിയിൽ കോപ്പിയടി നടത്തിയത്. ഈ പരീക്ഷ നടക്കുന്നതിനിടെ ഹാളിൽ വെച്ച് കോപ്പിയടി ശ്രദ്ധയിൽപ്പെട്ട PSC വിജിലൻസ് വിഭാഗം സഹദിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടിയ സഹദിനെ പിന്നീട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുപരീക്ഷകളിലെ വഞ്ചന, അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ തട്ടിപ്പുകൾ തടയുന്നതിനായി അതായത് 2024 ജൂണിൽ പാസാക്കിയ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ടൗൺ പോലീസ് അന്വേഷിച്ചിരിക്കുന്ന കേസിന്റെ അന്വേഷണ ചുമതല ഇപ്പോൾ കണ്ണൂർ ACPക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് കേസിന്റെ ഒരു തീവ്രത ഉയർന്നു എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ചുമതല ACPക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം ഊർജിതപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇതിനകത്ത് സഹദിനെ സഹായിക്കുന്നതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സഹദിന്റെ സഹായിയായിട്ടുള്ള സബീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സബീലാണ് ഈ സഹദ് ഫോട്ടോ എടുത്ത് അയച്ചിരുന്ന ചോദ്യപേപ്പറിനുള്ള ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് വഴി സഹദിന് കൈമാറിയിരുന്നത്. മാത്രമല്ല, സഹദ് സമാനമായ കുറ്റം കഴിഞ്ഞ ഓഗസ്റ്റ് 30 നടന്ന SI പരീക്ഷയിലും നടത്തി എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും പോലീസിന് ലഭ്യമായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഹദ് നേരത്തെ എഴുതിയ പരീക്ഷകളിലൊക്കെ സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ പുതിയ അന്വേഷണ സംഘം പരിശോധിക്കും. ഏതായാലും ഈ കേന്ദ്ര വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അന്വേഷണത്തിന്റെ കേസിന്റെ തന്നെ ഒരു തലം തന്നെ മാറുകയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അജിൻ.